സ്ഥാപിക്കപ്പെടുകയും അത് വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. ഒരു വ്യക്തിയുമായി നിങ്ങൾ നിരന്തരം സംഭാഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ആ ബന്ധം വളരെ ഊഷ്മളമായി തീരുമെന്നുള്ളതാണ്. ഇത് മാനുഷികമായിരിക്കുന്ന ഒരു ചിന്തയാണ്. പക്ഷേങ്കിൽ അതിനെ ദൈവശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ദൈവവുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഇത് ഒരു സംശയപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം നമുക്ക് കാണത്തക്കവണ്ണം ദൃശ്യനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് അദൃശ്യരൂപിയായിട്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ദൈവവുമായിട്ട് എങ്ങനെ സംവദിക്കുവാനായിട്ട് കഴിയും, നമുക്ക് ദൈവവുമായിട്ട് എങ്ങനെ സംഭാഷണം നടത്താനായിട്ട് കഴിയും, ദൈവവുമായിട്ട് എങ്ങനെ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയും, ഇത്യാദി ചിന്തകളിലൂടെയാണ് ഇന്ന് ടെൻഡർ ഹോളി സ്പിരിറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടെൻഡർ ഹോളി സ്പിരിറ്റിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ പലരും ദൈവവുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ഇന്നും പലരും ദൈവവുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയുമോ, അതൊരു സാധ്യമായ ഒരു വഴിയാണോ? ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുണ്ട്. മിക്കവാറും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാകും. ദൈവത്തിന് വാസ്തവത്തിൽ മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മനുഷ്യന് തിരിച്ച് ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയുമോ? അവരുടെ കമ്മ്യൂണിക്കേഷൻ മോഡ് എന്താണ്, എങ്ങനെയാണ്, എന്ത് മാധ്യമം ഉപയോഗിച്ചാണ് അവർ ദൈവമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നത്? വേദപുസ്തകത്തിൽ പല ആൾക്കാരെയും കുറിച്ച് നമുക്ക് അത്തരത്തിൽ കാണാനായിട്ട് കഴിയും. അതിൽ 1-2 തെളിവുകൾ നിരത്തിക്കൊണ്ട് ദൈവവുമായി നമുക്ക് എങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയും, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവവുമായിട്ട് ഒരുത്തൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ സ്വീകരിക്കേണ്ടുന്ന ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നത് വചനവുമായിട്ട് വലിയ ഫെമിലിയാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദൈവവചനവുമായിട്ട് അഗാധമായിരിക്കുന്ന ഒരു ബന്ധം, അഗാധമായിരിക്കുന്ന ഒരു ധ്യാനം, ദൈവവചനത്തിന്റെ ഊഷ്മളമായിരിക്കുന്ന വായനകൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ദൈവവുമായി സംസാരിക്കുവാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു മാധ്യമമായി, ഏറ്റവും ആദ്യത്തെ ഒരു ഇടമായി നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകവുമായിട്ട് വളരെ പരിചയവും വളരെയധികം ബന്ധവുമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. നിരന്തരം നിങ്ങൾ ദൈവവചനം വായിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയും തുടർമാനമായി എല്ലാ രാവും പകലും ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ വെല്ലുവിളികളുടെ നടുവിൽ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളോട് ചിലത് സംസാരിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ആ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ദൈവശബ്ദം കേൾക്കാനുള്ള ഒന്നാമത്തെ ഉപാധി, അല്ലെങ്കിൽ ഒന്നാമത്തെ മാധ്യമം എന്ന് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളെയും നടുവിലൂടെ പോയ ഒരുപാട് വ്യക്തികൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വേദപുസ്തക കഥാപാത്രങ്ങൾ പഴയ നിയമത്തിൽ മാത്രം 300-ലധികം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലും ഏറെക്കുറെ 200-ന് മുകളിൽ ആൾക്കാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ഇത്രയും 500-നടുത്ത് വരുന്ന ഒരു സംഖ്യയുടെ മാതൃക ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം കടന്നു പോകുന്ന എല്ലാ വഴികളിലൂടെയും ഇത്രയും വ്യക്തികൾ പലവിധമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പേ ഒരു വ്യക്തി നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തത്, അഭിമുഖീകരിച്ചത്, എങ്ങനെയാണ് ആ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്, ഇത്യാദി വിഷയങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന ആ ക്രൈസിസിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവശബ്ദം കേൾക്കാനുള്ള ഒന്നാമത്തെ ഇടം, അല്ലെങ്കിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവവചനവുമായിട്ട് നിരന്തരം വായനയിൽ മുഴുകുക എന്നുള്ളതാണ്. ദൈവവചനം തുടർമാനമായി വായിക്കുക എന്നുള്ളതാണ്. ദൈവശബ്ദം കേൾക്കാനുള്ള രണ്ടാമത്തെ മാധ്യമം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ തുടരുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല. പ്രാർത്ഥനയ്ക്ക് ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു 2 തരത്തിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തെയാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ല, ഏറെക്കുറെ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് നമ്മുടെ കുറെ വിഷയങ്ങൾ നാം ദൈവത്തോട് പോയി പറയുകയും ദൈവം അത് കേട്ടും വെച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ യഥാർത്ഥ പ്രാർത്ഥന നടക്കുന്ന എല്ലാ ഇടങ്ങളിലും, നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാ ഇടങ്ങളിലും
ദൈവം മനുഷ്യനോട് തിരിച്ച് പ്രാർത്ഥനയിൽ സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ശലോമോൻ ദൈവസന്നിധിയിൽ തന്റെ ആലയത്തെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ആ പൊതുജനം കേൾക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ തിരിച്ച് ദൈവം അവിടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസ് തന്റെ ശരീരത്തിലെ ഒരു വേദന, ബുദ്ധിമുട്ട്, അദ്ദേഹം ശരീരത്തിൽ കൊണ്ടുവരുന്ന ഒരു ശൂലം, അത് മാറേണ്ടതിന് പലവട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ തിരിച്ച് അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നതായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നാം അങ്ങോട്ട് സംസാരിക്കുകയും ദൈവത്തിന് തിരിച്ച് നമ്മളോട് പറയാനുള്ളതാണ് പ്രാർത്ഥനയുടെ കൂടി ഇടം എന്ന് പറയുന്നത്. ദൈവശബ്ദം കേൾക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നാം പ്രാർത്ഥനയിൽ തുടരുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ആലോചനകൾ അവന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം അവനോട് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് അവനെ കുറിച്ചുള്ള കർമ്മ പരിപാടികൾ, പദ്ധതികൾ എന്താണെന്ന് ദൈവം ആ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിൽ ഒരു വേദഭാഗമുണ്ട്, എന്റെ ആലോചന സഭയിൽ നിൽക്കുന്നവൻ ആരാണ്, അവന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ദൈവശബ്ദം നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരു മീഡിയം, മൂന്നാമത്തെ ഒരു മാധ്യമം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തരമായിരിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്, അഥവാ പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത്. നമ്മുടെ ആരാധനയുടെ ഇടയിൽ വന്നു പോകുന്ന ഒരു പ്രത്യേക അനുഭൂതിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം. പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ മനുഷ്യനോട് കൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും അധിവസിക്കേണ്ടതിന് ദൈവം അയച്ചിരിക്കുന്ന അവിടുത്തെ ആത്മരൂപമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന് സംസാരിക്കാൻ കഴിയും, കേൾക്കുക മാത്രമല്ല സംസാരിക്കാനും കഴിയുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന് നമ്മളോട് തിരിച്ച് പ്രതികരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരുവൻ നിരന്തരമായി പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടുകെട്ട്, ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് നിരന്തരമായി ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും അത് ദൈവഹിതമില്ലാത്ത ഇടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അകത്ത് നമുക്കൊരു ബോധ്യമുണ്ടാകും, ആ വഴിക്ക് പോകാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നു, പെട്ടെന്ന് നമ്മുടെ അകത്തൊരു ഉൾവിളി, നമുക്ക് അകത്തൊരു ഉൾപ്രേരണ ഉണ്ടാകുകയാണ്. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ് ചെയ്യുന്നത്. അത് ദൈവശബ്ദം കേൾക്കുന്നതിന്റെ ഒരു ഇടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരമായിരിക്കുന്ന ഒരു കൂട്ടുകെട്ട്, ഒരു ചങ്ങാത്തമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്? തീർച്ചയായിട്ടും പാപരഹിതമായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് ഒരുമിച്ച് വസിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പാപമില്ലായ്മയാണ് പരിശുദ്ധാത്മാവിന്റെ ചങ്ങാത്തത്തിന്റെ ഏറ്റവും വലിയ ഇടം എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിരന്തരം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് കഴിയത്തില്ല, അല്ല ഒട്ടുമേ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്നാൽ പാപരഹിതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അവനെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നിന്ന് വിലക്കുകയും അവന് തുടർമാനമായിരിക്കുന്ന ദൈവശബ്ദം കേൾക്കാൻ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയാതെ, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായിട്ട് ഒരു അഗാധമായിരിക്കുന്ന ബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയും. ആ വ്യക്തി അനുഭവിക്കുന്ന ആ ക്രൈസിസിൽ നിന്ന് ദൈവശബ്ദത്താൽ ആ വ്യക്തിക്ക് പുറത്തു വരാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുമായി നിരന്തരമായി സംസാരിക്കുക, പരിശുദ്ധാത്മാവുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുക, പരിശുദ്ധാത്മാവുമായി കൂടെ നടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതിന്റെ നാലാമത്തെ ഒരു സോഴ്സ്, നാലാമത്തെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ദൈവം നമ്മളോട് പറഞ്ഞതിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അടുത്ത് കേൾക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു.
ഏറ്റവും ഒടുവിൽ ദൈവം നിങ്ങളോട് പറഞ്ഞതിനെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വകവെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് തുടർമാനമായി ആ ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നാം എങ്കിൽ നമ്മളോട് ഒടുവിൽ പറഞ്ഞ കാര്യം അനുസരിക്കുക എന്നുള്ളതാണ്. ഒടുവിൽ പറഞ്ഞത് അനുസരിച്ചാൽ മാത്രമേ അടുത്തത് നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന വ്യക്തികൾ, കുട്ടികൾ, തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവർക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഒരു കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ, അഥവാ നാം പഠിക്കുന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തുടർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പാഠങ്ങൾ റിവൈസ് ചെയ്തിരിക്കണമെന്നുള്ളതാണ്, അത് ഗ്രഹസ്ഥമാക്കിയിരിക്കണമെന്നുള്ളതാണ്. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പോർഷൻ എന്താണെന്ന് പിടികിട്ടൂ എന്നുള്ളതാണ്. ദൈവ ശബ്ദത്തിനും ഇങ്ങനെ ഒരു ഒരു ഉന്നതിയുണ്ട്. ഓരോ പടി മുകളിലേക്കാണ്. നിരന്തരമായി ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദ ലാസ്റ്റ് ടൈം പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ അടുത്ത ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശമൂവേൽ എന്ന ബാലൻ. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവശബ്ദം ഏലിയോട് പോയി പറഞ്ഞു. അത് ആ അനർത്ഥം അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. പിന്നീട് നമ്മൾ അങ്ങനെ വായിക്കുന്നത്, ദാൻ മുതൽ ബെർശൈവ വരെ അവൻ സകല ഇസ്രായേലിനും യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാക്കി ദൈവം അവനെ ഉയർത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം ഇന്നലെ കേട്ടതിനെ അനുസരിക്കുക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തുടർമാനമായി അടുത്ത ദിവസം പിന്നെയും അടുത്ത ദിവസം ഇങ്ങനെ നമുക്ക് ആ ദൈവശബ്ദത്തിൽ തുടരാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവശബ്ദത്തിന്റെ അനിവാര്യത വളരെ വലുതാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനവുമായിട്ട് നിരന്തരം വായനയിൽ തുടരുക എന്നുള്ളതാണ്. അത് ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു ഇടമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആകുന്ന പക്ഷം നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, തുടർമാനമായി പ്രാർത്ഥിക്കുക. അത് ദൈവശബ്ദ കേൾവിയുടെ ഒരിടമാണ്. പരിശുദ്ധാത്മാവുമായി നിരന്തരം കൂട്ടുകെട്ടുണ്ടാക്കുക, ചങ്ങാത്തത്തിലാകുക, തുടർമാനമായി പരിശുദ്ധാത്മാവുമോടൊപ്പം നടക്കുക. 4ാമത്തെ ഇടം എന്ന് പറയുന്നത് ഒടുവിൽ പറഞ്ഞതിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.